ഇന്നിപ്പോൾ എല്ലാവരുടെയും എല്ലാ കണ്ണുകളും റാഫയിലേക്ക് എന്നാണല്ലോ പറയുക. അപ്പോൾ അങ്ങനെ ഒരു ചിത്രീകരണം ഉണ്ടായതാണ്. 4.4 കോടി ആൾക്കാർ അത് ശ്രദ്ധിച്ചു എന്നാണ് പറയുക. അപ്പോൾ അത് ഭയങ്കരമായ പ്രചരണമാണ്. എന്ന് വിചാരിച്ച് നിസ്സാര കാര്യമായി നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. മനുഷ്യക്കുരുതി എവിടെയായാലും അത് തെറ്റാണ്. മനുഷ്യൻ നിഷ്കളങ്കനായവൻ വധിക്കപ്പെടുക എന്ന് പറയുന്നത് അപലപിക്കപ്പെടേണ്ട കാര്യം തന്നെയാണ്. പക്ഷേ ഇവിടെ നമുക്ക് ആരുടെയും പക്ഷം പിടിക്കാൻ പറ്റുകയില്ല. ഒരിക്കലും നമുക്ക് കുറ്റത്തെ ആര് ചെയ്താൽ അംഗീകരിക്കാൻ പറ്റുന്നതല്ല. കാരണം മറുഭാഗത്ത് പറയുന്നു, യുദ്ധം നിർത്തിയാൽ ഞങ്ങൾ പിന്നീട് ഉണ്ടാവുകയില്ല, അതുകൊണ്ട് ഞങ്ങൾ യുദ്ധം തുടരും. അവരതുപോലെ തന്നെ മറ്റൊരു ചിത്രം പ്രസിദ്ധീകരിച്ചു. എന്താണ്, 1 വയസ്സുള്ളൊരു കുഞ്ഞ് അല്ലെങ്കിൽ 1.5 വയസ്സുള്ളൊരു കുഞ്ഞ്, അതിൻ്റെ മുമ്പിൽ തോക്കുമായിട്ട് നിൽക്കുന്ന ഹമാസ് സ്പീക്കറിൻ്റെ ചിത്രം, അതും വൈറലായി. ഇത് രണ്ടിൻ്റെയും നടുവിലാണ് നമ്മളിപ്പോൾ നിൽക്കുക. അതുകൊണ്ട് ഇവരുടെ കണ്ണ് റാഫയിലേക്ക് എല്ലാ കണ്ണും തിരിഞ്ഞപ്പോൾ ഇസ്രായേൽ ചോദിക്കുന്നത്, ഒക്ടോബർ 7-ന് നിങ്ങളുടെ കണ്ണ് എവിടെയായിരുന്നു എന്നാണ് ചോദിക്കും. എവിടെയായിരുന്നു അപ്പം നിങ്ങളുടെ കണ്ണുകൾ? ആ ചോദ്യത്തിന് അർത്ഥമുണ്ടല്ലോ. അല്ലെങ്കിൽ ഇതുവരെ ഞങ്ങളുടെ ബന്ധികളെ വിട്ടയക്കാത്ത അവസ്ഥയെക്കുറിച്ച് നിങ്ങളെന്ത് ചെയ്യും? അത് നിങ്ങളുടെ കണ്ണുകൾ കാണുന്നില്ലേ? അവരെ വിട്ടയച്ചിരുന്നെങ്കിൽ 10% തീരുമായിരുന്നില്ലേ? അതുകൊണ്ട് യഹ്യാ സിൻഹായെ പിടിക്കപ്പെടുന്നതുവരെ ഞങ്ങൾ തുടരും. മാത്രമല്ല, ഈ ഭീകരന്മാർ മുഴുവൻ അമർച്ച ചെയ്യുന്നവരെ ഞങ്ങൾ തുടരുമെന്ന് പറയുമ്പോൾ അത് നമുക്ക് ആരുടെ ഭാഗത്ത് നിൽക്കാൻ പറ്റുക? അപ്പോൾ വളരെ ഗൗരവമായ കുറ്റകൃത്യങ്ങളുടെ, ലോകത്തിൻ്റെ കുറ്റകൃത്യത്തിന് മുമ്പിലാണ് നമുക്ക് വിവരണാതീതമായ ഭീകരത. ഒക്ടോബർ 7-ന് അഴിച്ചുവിട്ടപ്പോഴാണ് യുദ്ധം തുടങ്ങിയത്. അവർ പറയുന്നത് ഞങ്ങൾ യുദ്ധം തുടങ്ങിയിട്ടില്ല. അതിഭയങ്കരമായ ഭീകരത അഴിച്ചു വിട്ടപ്പോൾ 1400 പേരെ കൊല ചെയ്തപ്പോൾ പാട്ടും ഡാൻസുമായിട്ട് കഴിഞ്ഞ് 260 യുവാക്കളെ ഹീനമായ രീതിയിൽ കൊന്ന് തള്ളിയപ്പോൾ, ഞങ്ങളുടെ 300ഓളം ആൾക്കാർ ബന്ദികളായിട്ട് കൊണ്ടുപോയപ്പോൾ, അവരോട് ചെയ്യുന്ന ഭീകരതയുടെ ചിത്രങ്ങൾ പുറത്ത് വരുമ്പോൾ ഞങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല യുദ്ധം ചെയ്യാതെ എന്ന് പറയുമ്പോൾ, ഇത് ഞങ്ങൾ തുടരുമെന്ന് പറയുന്നതിനോട് ഏത് ലോക കോടതി വിധിച്ചാലും ശരി, ഇത് ഞങ്ങളുടെ നിലനിൽപ്പിൻ്റെ കാര്യമാണ് എന്ന് പറയുന്നിടത്ത് നമുക്ക് എന്താ പറയാൻ പറ്റുക? നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്. കാരണം എന്തായാലും ശരി, നിഷ്കളങ്ക മനുഷ്യരെ വധിക്കപ്പെടുന്നത് അപലപനീയമാണ്, ആരായാലും ശരി. അതുകൊണ്ട് എത്രയോ ഈ ക്രൂരത എന്ന് പറയുന്നത് ലോകമാകെ ഇപ്പം വ്യാപിച്ചിരിക്കുകയല്ലേ. കുഞ്ഞ് മനസ്സിൻ്റെ ആ കൊച്ചു പ്രായത്തിൽ തന്നെ മറ്റുള്ളവരെ കൊല്ലണം എന്നുള്ള വിഷം കുത്തിവെച്ച് കഴിയുമ്പം പ്രായമാകുന്നതിന് മുമ്പ് തന്നെ കൊല്ലാൻ തുടങ്ങുകയായി. ഓസ്ട്രേലിയയിലെ സിഡ്നിയിൽ കുർബാന ചൊല്ലിക്കൊണ്ടിരുന്ന ഒരു മെത്രാപ്പൊലിത്ത, അതായത് ക്രൈസ്റ്റ് ഗുഡ് ഷെപ്പേർഡ് പള്ളിയിൽ സിഡ്നിയിൽ വൈകുന്നേരം 7-ന് പ്രസംഗമധ്യേ ഒരു അസീറിയൻ ഓർത്തഡോക്സ് മെത്രാനാണ് മാറി ഇമ്മാനുവേൽ പയ്യനാണ് കയറി ചെന്നിട്ട് അദ്ദേഹത്തെ പല പ്രാവശ്യം കുത്തി. ആ കൂടെ 40 പേർക്ക് പരിക്കേറ്റെന്ന് പറയും. കൗമാരക്കാരനാണ്. ഇതൊക്കെ എന്തിൻ്റെ പേരിലാണ് നടക്കുന്നത്? ഇപ്പം ബാല്യകാലത്തിൽ തന്നെ വിഷം കുത്തിവയ്ക്കപ്പെടുന്ന ഒരു പ്രവണതയുണ്ടെങ്കിൽ അത് പരിഹരിക്കപ്പെടേണ്ടതല്ലേ? ഓർക്കുന്നു, 2015 പാരീസിൽ ഷാർലി എബ്ഡോയിൽ, ഇതൊക്കെ വളരെ മനോഹരമായ സ്ഥലങ്ങളാണ്. ആ പ്രദേശങ്ങൾ ഞങ്ങൾ പഠിച്ച് നടന്നിട്ടുള്ള കാലഘട്ടങ്ങൾ എപ്പോഴും പോയി ഇരുന്നിട്ടുള്ള ഒരു സ്ഥലമാണ്. അവിടെ മാധ്യമപ്രവർത്തകരെ ഒറ്റ അടിക്ക് തന്നെ ആ ഒരു ഇടപാടിലൂടെ തന്നെ 13 വരെ അന്ന് കൊന്നു. വലിയ മാധ്യമപ്രവർത്തകരെ ആരുടെയോ കാരിക്കേച്ചർ വരച്ചു എന്നുള്ള ഒറ്റ കാരണത്തേ ഉള്ളൂ. 2020 പാരീസിൽ തന്നെ ഒരു 18 വയസ്സുള്ള പയ്യൻ സാമുവേൽ എന്ന അധ്യാപകൻ്റെ കഴുത്തറുത്ത്, അത് നോക്കി, അഭയം കൊടുത്ത പ്രദേശത്ത് ചെന്നിട്ട് അഭയം നൽകിയ സമൂഹത്തിൻ്റെ ആളുകളെ കഴുത്തറുത്ത് കൊല്ലുക എന്ന് പറഞ്ഞാൽ ഭീകരത. ഈ ഭീകരത ലോകം മുഴുവൻ വ്യാപിക്കുന്നത് കാണുമ്പോൾ റഫായിലെ ഒരു ഒറ്റപ്പെട്ട സംഭവമായിട്ട് മാത്രം നമുക്ക് എടുക്കാൻ പറ്റുമോ? 2021 ഒക്ടോബറിൽ പാരീസിലെ അരാസിൽ ഡൊമിനിക് എന്ന യുവ അധ്യാപകനെ കുത്തിക്കൊന്ന സംഭവം നമ്മളൊന്നും മറന്നുപോയിട്ടില്ല. അപ്പോൾ ഇവിടെ ലോകമെങ്ങും ഈ കൊലയും സ്ത്രീപീഡനവും
അങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെ തുടർന്നുകൊണ്ട് പോകുന്നിടത്ത് ഇത് ലോകമനസ്സാക്ഷി ഉണരേണ്ടത് എങ്ങോട്ടാണ് എന്നതിനെക്കുറിച്ച് പരിചിന്തനം ചർച്ചകൾ നടത്തേണ്ടതാണ്. ഇനി നമ്മുടെ കാലത്തോ നമ്മുടെ സംസ്ഥാനത്തോ കുറ്റകൃത്യങ്ങൾ പെരുകിയിട്ടില്ലേ? എന്തോ ഒരു കഷ്ടമാണ്. പണ്ടൊരു നല്ല എഴുത്തുകാരൻ എമ്മ ഗോൾഡ്മാൻ എന്ന ഇംഗ്ലീഷ് റൈറ്റർ പറഞ്ഞു, ഓരോ സമൂഹത്തിനും അതിന് അർഹിക്കുന്ന കുറ്റവാളി ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ സമൂഹത്തിൻ്റെ അർഹിക്കുന്ന കുറ്റവാളി എന്ന് പറഞ്ഞാൽ ആ സമൂഹത്തിൻ്റെ പൊതു സ്വഭാവം എന്താണോ അതനുസരിച്ചായിരിക്കും കുറ്റവാളികളുടെ എണ്ണം. നമുക്കിവിടെ കുറ്റവാളികളുടെ എണ്ണം കൂടുകയല്ലേ? എന്തുമാത്രമാണ് എന്നും വാർത്ത കേട്ട് നമ്മൾ ഇതിനകത്തൊക്കെ ഒരു അത് ആദ്യം നോക്കും, ഇത് അടുത്തെങ്ങാനുമാണ് നടന്നത്, അടുത്തെങ്ങും അല്ലെങ്കിൽ നമ്മൾ കണ്ണടച്ച് വിടുകയാണ്. അപ്പോൾ തിരുവനന്തപുരത്ത് പേട്ടയിൽ ജാമ്യത്തിൽ ഇറങ്ങിയ ഒരു പ്രതി 2 വയസ്സുള്ള ഒരു നാടോടി പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയ കാര്യം, അയാളുടെ പേര് ഹസൻ കബീർ എന്നാണ്. നാടോടി പെൺകുട്ടിയെ കൊണ്ടുപോയതാണ്. അതുപോലെ തന്നെ പേരാമ്പ്രയിൽ അനു എന്ന യുവതിയുടെ കൊലപാതകം. ഒരു എങ്ങോട്ടോ ഭർത്താവിൻ്റെ അടുത്തേക്ക് ഓടിപ്പോയ പെൺകുട്ടിയാണ്. അവളെ രക്ഷിക്കാൻ പറഞ്ഞ കൂട്ടത്തിൽ കൂടിയതാണ്. ജാമ്യത്തിൽ ഇറങ്ങിയ ശേഷം 58 കേസുകളിൽ പ്രതിയായിരുന്ന വ്യക്തി മുജീബ് റഹ്മാൻ എന്ന അദ്ദേഹത്തിൻ്റെ പേര്. അപ്പോൾ അതുപോലെ തന്നെ ആലുവയിൽ നമുക്ക് ഏറ്റവും പരിചിതമായ സംഗതി, വളരെ കോളുകളൊക്കെ നിർമ്മിച്ച ആലുവയിൽ 5 വയസ്സുകാരെ പീഡിപ്പിച്ചു കൊന്ന പ്രതി അസഫാഖ് ആലം പോക്സോ കേസിലെ പ്രതിയായിരുന്നു. അപ്പോൾ ഈ അനുവിൻ്റെയൊക്കെ കാര്യം എടുത്തു നോക്കി, എന്തൊരു നമ്മുടെ സാഹചര്യം ഒന്ന് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി പറയുകയാണ്. സമാധാനത്തിലൂടെ നമുക്ക് പെൺകുട്ടിക്ക് ഈ നമ്മുടെ കേരളത്തിൻ്റെ പാതയിൽ സഞ്ചരിക്കാൻ പറ്റുമോ? ആ പെൺകുട്ടി വാസ്തവത്തിൽ തന്നെ ഭർത്താവിൻ്റെ അടുത്തേക്ക് സ്പീഡിൽ പോവുകയാണ്. വണ്ടി കിട്ടാതെ നടന്നു പോയപ്പോൾ ആ പുറകെ ചെന്നിട്ട് ഈ പ്രതി ഞാൻ അങ്ങോട്ട് അവൻ്റെ ആക്കാരെന്ന് പറഞ്ഞപ്പോൾ ഈ പെണ്ണങ്ങ് വിശ്വസിച്ച് പുറയിൽ കയറി. കുറച്ച് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ബസ് കോളിന് പോകണമെന്ന് പറഞ്ഞുകൊണ്ട് വണ്ടി നിർത്തിയിട്ട് പതുക്കെ താഴോട്ട് ഇറങ്ങിയിട്ട് ഇവളെ പിടിച്ചിട്ട് അവളെ ആഭരണങ്ങൾ കവർന്നു. റെസിസ്റ്റ് ചെയ്തപ്പോൾ അവളെ ചവിട്ടിക്കൊന്നു. ഇല്ലേ? 2 വയസ്സുകാരനെ പ്രതി ഹസൻ എന്ന് പറയുന്ന പാർട്ടി എന്നാൽ ഇത് ഉറങ്ങിക്കിടന്ന കുട്ടിയാണ് എടുത്തുകൊണ്ട് പോയത്. അത് മറ്റൊരു കേസിൽ ജാമ്യത്തിൽ ഇറങ്ങിയ ആൾ തന്നെയാണ്. അപ്പോൾ അതുപോലെ തന്നെ ഇതുപോലെ ഈ കുട്ടി ഒരു രക്ഷപ്പെട്ടു, 11 വയസ്സുകാരി ഇയാളുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടത്. എങ്ങനെയാണ്? ഉറക്കെ കരഞ്ഞപ്പോൾ അടച്ച് പിടിച്ചപ്പോൾ എങ്ങനെയോ ആളുകൾ വന്നു കണ്ട് ചത്തുപോയി എന്ന് വിചാരിച്ച് ഇട്ടച്ചപ്പോൾ എൻ്റെ കുട്ടിയെ നേരെ വായ്പൊത്തി പിടിച്ച് ബോധത്തിലേക്ക് തായപ്പം മരിക്കുമെന്ന് കരുതി ഒരു കുഴിയിലേക്ക് ഇട്ടേച്ച് പോയി. 13-ാം ദിവസം പ്രതി പിടിയിലായി. നമ്മുടെ പോലീസും എടുക്കരുത്, അത് പിടിക്കുകയൊക്കെ ചെയ്യും. പക്ഷേ പിന്നീട് എന്താ സംഭവിക്കും നമ്മൾ അന്വേഷിക്കരുതെന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ആലുവയിലെ 5 വയസ്സുകാരുടെ കാര്യമാണെങ്കിൽ ഉണ്ടല്ലോ, അസഫാഖ്, അതായത് 2018 ഡൽഹിയിൽ 10 വയസ്സുകാരെ പീഡിപ്പിച്ച കേസിലെ പ്രതിയാണ്. ഇതുപോലുള്ള കുറ്റകൃത്യം വളരുന്നതിൻ്റെ ഇടയ്ക്കാണ് ഇപ്പോൾ നമ്മൾ കേൾക്കുന്ന അവയവക്കടത്ത്. സംഘാടമായിട്ട് നടക്കുന്ന ഒരു കാര്യം. എന്തിടപാടാണ് അതിൻ്റെ പിന്നിൽ നടക്കുന്നവർ ആർക്കറിയാം? കാര്യങ്ങൾക്കെല്ലാം വെളിച്ചത്ത് വരാതെ നമുക്കതേക്കുറിച്ച് പറയാൻ പറ്റില്ല. ഇതിങ്ങനെ നമ്മൾ കേരളത്തെക്കുറിച്ച് പറയുന്നതെങ്കിൽ ലോകത്തിൽ ആകമാനമായി നോക്കിയാൽ എന്തൊരു ഭയങ്കര കുറ്റകൃത്യങ്ങളാണ് മതത്തിൻ്റെ പേരിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒന്നാമത് ഉദാഹരണം, നാഗർണോ കരാബാഖ് എന്ന് പറയുന്ന പ്രദേശത്ത് അസർബൈജാനിൽ, അതായത് അർമേനിയൻ ക്രൈസ്തവരെ 1,25,000 പേരെയാണ്. ഇത് അത്ര അകലെയൊന്നുമല്ല, ഈ ഗാസയിൽ നിന്ന് 1400 കിലോമീറ്റർ അകലെയാണ്. 1,25,000 പേരെ അവിടുന്ന് ആട്ടിയോടിക്കാൻ മാത്രമല്ല അവരുടെ എല്ലാ സ്ഥാവര ജംഗമ വസ്തുക്കളും തകർത്ത് നശിപ്പിച്ച് കളയും. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യമാണ്. അതുകുറിച്ച് അപ്പം ഇവരുടെ കണ്ണുകൾ ഇവിടെ, ഈ മാധ്യമങ്ങളുടെ കണ്ണുകൾ എവിടെയായിരുന്നു? അപ്പോൾ അവർ 1,25,000 അന്നുണ്ടായിരുന്നതിന് മുമ്പ് ഇരട്ടി ഉണ്ടായിരുന്നു. ഇപ്പോഴോ ആ പ്രദേശത്ത് ഒറ്റ ക്രൈസ്തവൻ പോലും ഇല്ല. ആർക്കും അതേക്കുറിച്ച് ഒരു വാർത്തയും കൊടുക്കാനായിട്ട് ഒന്നും സന്നദ്ധമല്ല. ഇതൊക്കെയാണ് നമ്മൾ തിരിച്ചും അല്ലെങ്കിൽ പൊളിച്ച് എഴുതേണ്ട കാര്യങ്ങളെന്ന് പറയുന്നത്. എന്നിട്ട് എന്നാ സംഭവിച്ചു? അവർ പോയി അർമേനിയയിൽ, ഒരു പാവപ്പെട്ട രാജ്യം അർമേനിയ, അവിടെ പോയി അഭയം പ്രാവശ്യം. അവിടെ 4000 മതസ്ഥാപനങ്ങളാണ് തകർക്കപ്പെട്ടു, 3000 പള്ളികൾ തകർക്കപ്പെട്ടു, മഠങ്ങളും ആശ്രമങ്ങളും തകർക്കപ്പെട്ടു.
സിമിത്തേരികൾ വരെ, ഗ്രന്ഥാലയങ്ങൾ, കുരിശുപള്ളികൾ, നൂറ്റാണ്ടുകൾ പഴക്കമുള്ള സാംസ്കാരിക പൈതൃകങ്ങൾ അത് മുഴുവൻ തകർത്ത് ഒന്നും തന്നെ അവശേഷിക്കുക. ഇപ്പം നമ്മൾ കണ്ടില്ലേ, ഇപ്പോൾ ഹാഗിയ സോഫിയയ്ക്ക് ശേഷം അടുത്ത പള്ളി കോരപ്പള്ളി അത് തന്നെ അത് പിടിച്ചിരിക്കുന്നു. അത് മറ്റൊരു മത ആരാധന കേന്ദ്രമാക്കി മാറ്റിയിരിക്കുന്നു. അപ്പം ലോകത്തിലേക്ക് നോക്കുമ്പോൾ ഈ ക്രൂരത എന്ന് പറയുന്നതിന് അതിർത്തിയില്ലാത്തത് വ്യാപിക്കുമ്പോൾ ഒരു സ്ഥലത്തെ സംഭവം മാത്രം എടുത്ത് അവിടെ മാത്രം എല്ലാ കണ്ണുകളും അങ്ങോട്ടെന്ന് പറയുന്നൊരർത്ഥമുണ്ടോ? എല്ലാ കണ്ണുകളും എല്ലായിടത്തോട്ടും ചെല്ലണ്ടേ? അപ്പോൾ ചരിത്രത്തിൽ ഇവരുടെ സ്ഥാനം ഇല്ലാതാക്കാൻ വേണ്ടി സർവ്വ തൊലകൾ നശിപ്പിക്കാൻ സിറ്റികളെ പേരുകളും തന്നെ മാറ്റിയേക്കാം. വീതി, അതായത് സ്ട്രീറ്റിൻ്റെ പേര് മാറ്റുക. അപ്പോൾ അതുകൊണ്ട് ഇത്രയും നിർമ്മിതികൾ പോലും തകർത്തുകൊണ്ട് 16 നൂറ്റാണ്ട് പഴക്കമുള്ള സംസ്കാരത്തിൻ്റെയാണ് കാട്ടിക്കൂട്ടി വെച്ചിരിക്കുന്നത്. ആരായി ചെയ്ത് 1915 15 ലക്ഷം പേരെ കൊണ്ട് കൊല ചെയ്ത കൊല ചെയ്ത പാർട്ടികളാണിത്. അപ്പോൾ അന്നൊന്നും UN എവിടെയായിരുന്നു? അല്ലെങ്കിൽ അതിനുശേഷം UN എവിടെയായിരുന്നു? ഇതൊക്കെ ഒന്നും ഉണ്ടായിരുന്നു എന്തുകൊണ്ടാണ്? ഇന്നിപ്പോൾ ലോ കോടതിയൊക്കെ വിധിക്കാനൊക്കെ ഇറങ്ങുന്നുണ്ടോ? നല്ലത് തന്നെയാണ്. പക്ഷേ വിധി മൈൻഡ് ചെയ്യുന്നില്ല. കാരണം ഇതിനകത്തൊക്കെ വളരെ വസ്തുനിഷ്ഠമായ സത്യസന്ധമായ നിലപാടുണ്ടോ എന്നതിന് സംശയമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ഈ അഭയാർത്ഥികൾ നാഗോർണോ കരാബാക്ക്, അസർബൈജാനിലെ നാഗോർണോ കരാബാക്ക് എന്ന് പറയുന്നത് സ്വയംഭരണ പ്രദേശമാണ്. അവരവിടെ ഭരിച്ച് അവർ നിയമിച്ച സമാധാനത്തിൽ കഴിഞ്ഞുകൊണ്ടിരുന്നതാണ്. ആ പ്രദേശത്തെ ആളുകൾ മുഴുവൻ ഇപ്പം ടെൻറ്റുകളിലാണ്. ഒരു പത്രം, ഒരു പടപ്പോലും ഇവിടെങ്ങും വന്നില്ലല്ലോ. ഗാസയിൽ നിരന്തരം വന്നുകൊണ്ടിരിക്കുന്ന ഈ മാധ്യമങ്ങൾ അവർ കണ്ണല്ല അവിടെ. ഇതിനകത്ത് ഈ അഭയാർത്ഥികളുടെ ക്യാമ്പിനെക്കുറിച്ചോ ആ ചിത്രത്തെക്കുറിച്ചോ എന്ത് പര്യാകുലരാകാത്തത്? അപ്പോൾ അതുകൊണ്ട് നാഗോർണോ കരാബാക്കിൽ നേരത്തെ 2 ലക്ഷം പേരുണ്ടായിരുന്നതാണ്. അവർക്കാണ് 320 പള്ളികളുണ്ടായിരുന്നു. 1921 അസർബൈജാനിൻ്റെ ഭാഗമായി തീർന്നു. 1989 അവരെന്ത് ചെയ്തു? അന്ന് അവർ അസ്വത്ത് ഭദ്രാസനം എഴുമത്താപ്പോലത്തെ ഒരു സ്ഥാപനമൊക്കെ ഉണ്ടായതാണ്, ഒരു രൂപതയൊക്കെ ഉണ്ടായതാണ്. അപ്പോൾ ജനുവരി 1 നാഗോർണോ കരാബാക്കും അർസാക്കും ഔദ്യോഗികമായിട്ട് ഇല്ലാണ്ടായിട്ട് അവരങ്ങ് പ്രഖ്യാപിച്ചു. ഇപ്പോൾ കണ്ട് കിടക്കുന്നു, പള്ളി കൂടി എടുത്തുകൊണ്ട് പോയിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഈ വരുന്ന സാഹചര്യങ്ങളെയൊക്കെയാണ് നമ്മൾ മനസ്സിൽ ഇന്ന് കാണേണ്ടത്. കുറ്റകൃത്യങ്ങളെന്ന് പറയുമ്പോൾ മനുഷ്യ സഹജമാണെങ്കിലും അന്ന് യാക്കോബിൻ്റെ കാലത്തെ കുറ്റകൃത്യം പോലെ അല്ലത്. ഇതിപ്പോൾ എന്തോ ഒരു തരത്തിൽ കുറ്റകൃത്യം ചെയ്ത് കഴിഞ്ഞാൽ സ്വർഗത്തിൽ പോകാമെന്നുള്ള ചിന്തയിൽ, മറ്റുള്ളവരെ കൊന്നു കഴിഞ്ഞാൽ ഇവിടെ അങ്ങ് സ്വർഗത്തിൽ സമ്മാനം കിട്ടുന്ന ചിന്തയിൽ കുഞ്ഞുനാൾ തൊട്ട് മനസ്സിൽ വിഷം കുത്തി വെച്ച് കഴിയുമ്പോൾ അതിനനുസൃതമായി പ്രവർത്തിക്കുന്ന ഒരു വിഭാഗത്തെ അതൊന്ന് തിരുത്താൻ, അതിൻ്റെ അടിസ്ഥാനങ്ങൾ തിരുത്തിയിട്ട് നന്മയിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞാൽ വളരെ കഴിവും ശക്തിയുമുള്ളൊരു വിഭാഗത്തിൻ്റെ ഒരു മനുഷ്യ ലോകത്തിനാവശ്യമായ നന്മയുണ്ടാവില്ലേ? നമ്മുടെ ചിന്താവിഷയം പ്രധാനപ്പെട്ട ഒരു കാര്യം. അല്ല ആരെയും അങ്ങ് പരാജയപ്പെടുത്തി കുറ്റപ്പെടുത്തി പറഞ്ഞ് തരം താഴ്ത്തി പറയാൻ വേണ്ടിയിട്ടല്ല, ഇതൊരു ഫാക്റ്റാണ് എന്ന കാര്യം അംഗീകരിക്കേണ്ടതാണ്. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നടക്കുന്ന ഇത്തരത്തിലുള്ള ഒരേ തരത്തിലുള്ള കുറ്റകൃത്യങ്ങൾ ഇടപെടുന്ന വിഭാഗത്തെ അവരുടെ അടിസ്ഥാന തെറ്റിനെ തിരുത്തി അതൊന്ന് മാറ്റിയെടുത്തിട്ട് നന്മയിലേക്ക് തിരിച്ചുവിടാൻ കഴിഞ്ഞാൽ അതൊരു വലിയൊരു അനുഭവമായിരിക്കും. എല്ലാവരെയെല്ലാം കൊന്നു തീർക്കുന്നതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ ലക്ഷ്യബോധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നാ ചെയ്യാൻ പറ്റുന്നത്? ഭയപ്പെട്ട് മനുഷ്യന് ഭൂമിയിൽ ജീവിക്കാൻ പറ്റാതെ വരുമ്പോഴാണ് ദൈവം ഇടപെടേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. ഇടപെടൽ ഉണ്ടാകുകയും ചെയ്യും. അതുകൊണ്ട് ഇസ്രായേലിൽ കാണിക്കുന്ന റാഫേൽ ചെയ്യുന്ന കാര്യങ്ങളെ നമ്മൾ അംഗീകരിക്കുകയുമല്ല. പക്ഷേ അവർ മറുഭാഗത്തൂടെ പറയുമ്പോൾ ഞങ്ങൾക്ക് നിലനിൽപ്പുണ്ടാവില്ല എന്ന് പറയുന്നത്, ഞങ്ങൾക്ക് ഞങ്ങളുടെ സ്വന്തമായിട്ട് ഞങ്ങളുടെ പിതാക്കന്മാർ ലഭിച്ച മണ്ണ് അവിടെ ഒരു ജീവിക്കാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞാൽ അതിനപ്പുറത്തേക്ക് അവരെ തെച്ചുടച്ച പരിപൂർണമായിട്ട് നീക്കി മാറ്റിക്കളയെന്നുള്ള എത്രയോ യുദ്ധങ്ങളുണ്ടായതിനു ശേഷം ഇപ്പോഴും അപ്രകാരം ഞങ്ങൾ സമീപിക്കുമെങ്കിൽ ഞങ്ങൾ യുദ്ധം നിർത്തുകയില്ല എന്ന് പറയുന്നിടത്ത് ഏത് ലോക കോടതി അതിനെ എതിര് പറയാനായിട്ട് പറ്റുക? അവിടെ ഒരു സമാധാനം ഉണ്ടാക്കാൻ വേണ്ടി ഈ കോടതിക്ക് എന്ത് ഈ ബന്ദികളെ വിട്ടയക്കാൻ പറയാനുള്ള ധൈര്യമില്ലാതെ വരുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഈ ലോക കോടതി എന്നൊക്കെ പറയുന്നത് മനുഷ്യരാണ്. പക്ഷം പിടിച്ച് മുമ്പോട്ട് പോകുമ്പോഴാണ് സമാധാനം ഇല്ലാത്ത അവസ്ഥയാണ്. അതുകൊണ്ട്